ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന കണ്ടീഷനെ പറ്റിയാണ്. ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു അവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡുകൾ എന്നുള്ളത്. ഇതിനെ പറ്റിയുള്ള അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ എപ്പോൾ നമ്മൾ ഡോക്ടറെ കാണണം എന്നൊക്കെ മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്? നമ്മുടെ യൂട്രസിന്റെ ഭിത്തിയിൽ, അതിന്റെ ഭിത്തിയുടെ മുകളിലോ ഉള്ളിലോ, യൂട്രസിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഉണ്ടാകുന്ന നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത്, അതായത് ക്യാൻസറസ് അല്ല പക്ഷെ എങ്കിലും ഒരു ഉണ്ടാകുന്ന ഗ്രോത്തുകളെയാണ് നമ്മൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇത് ചില സമയങ്ങളിൽ ചെറിയൊരു സീഡിന്റെ അത്ര, അതായത് ചെറിയൊരു അത്രയും ചെറുതായിട്ട് നമുക്ക് ഇപ്പൊ കടുകുമണിയോളം തുടങ്ങി നമുക്ക് വലിയ ഒരു തണ്ണിമത്തന്റെ അത്ര വലിപ്പമുള്ള ഇത് നമുക്ക് കാണാം. അത് ഓരോ സ്ത്രീകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കടുകുമണി പോലെയുള്ള ഈ ഫൈബ്രോയിഡുകൾ നമ്മൾ അറിയാതെ പോകുന്നു. ഇത് നോൺ ക്യാൻസറസ് ആണെങ്കിലും, അതായത് ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ ഇതിനില്ല എങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഇത് കാഴ്ചവെക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇത് നമുക്ക് ജനിതകമായിട്ട്, അതായത് നമുക്ക് അമ്മയ്ക്കോ ആന്റിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ചും ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അസന്തുലിതാവസ്ഥ കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, അതായത് നമ്മുടെ യൂട്രസിലെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ലിവറും ഗട്ടും, ഇത് ലിവറിന്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ എന്തായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? നമ്മുടെ ഫുഡിന്റെ പ്രോസസ്സിങ്, നമ്മുടെ അബ്സോർപ്ഷൻ, അതായത് വലിച്ചെടുക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നാൽ, അതായത് നമ്മുടെ ലിവറിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നാൽ അത് നമ്മുടെ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു. തുടർന്ന് അത് നമുക്ക് ഈ ഒരു കണ്ടീഷനിലോട്ട്, യൂട്രസിലെ ഈ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നു. പിന്നെ ഉള്ളത് അമിതമായി ഭാരം കൂടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിക്കും നല്ല പൊണ്ണത്തടിയുള്ള ആളുകളിലായിരിക്കാം എന്നുള്ളത്. എന്നാൽ വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾ, ഇത് രണ്ട് തരത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ചെറിയ ഒരു 20 മുതൽ 30 വരെയുള്ള കുട്ടികളിലും, അതുപോലെ തന്നെ ഒരു മെനപ്പോസ് എത്തുന്ന, അതായത് ഇപ്പോൾ ഒരു 40 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇവ ചെറിയ പിള്ളേര്, അതായത് ലൈക്ക് ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടികളില് നല്ല മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം സഡൻ ആയിട്ട് തടിക്കുന്നതും ഈ ഈസ്ട്രോജൻ ഇംബാലൻസിന് കാരണമാകുന്നു. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മീഡിയം തടിയായിട്ടാണ് തോന്നുന്നതെങ്കിലും ആ കുട്ടികൾ ഇരുന്നിരുന്ന നിന്ന്, അതായത് ഇപ്പൊ ഒരു വെയിറ്റ് ഒരു 45 കിലോ 50 കിലോ ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് 60 കിലോയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ സംഭവിച്ചേക്കാം. അതിനെ തുടർന്ന് നമുക്ക് ഫൈബ്രോയിഡുകൾ ഉണ്ടായേക്കാം. അപ്പം റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഉള്ള പ്രശ്നങ്ങളിൽ, അതായത് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കംപ്ലയിൻസിൽ ചെന്ന് എത്തിച്ചേരുന്നു. അപ്പൊ അതാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ മെനപ്പോസിൽ ഇരിക്കുന്ന സ്ത്രീകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ അതെന്താകാം, ചില സമയങ്ങളിൽ അത് ബ്ലീഡിങ് കൂടിയിട്ട് ഹിസ്റ്ററക്ടമി, അതായത് യൂട്രസിന്റെ റിമൂവൽ വരെ എത്താറുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് കാരണങ്ങളിൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ആണ്. അതായത് എല്ലാ ദിവസവും എന്തെങ്കിലും തരം വേദനകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ ക്രോണിക് ആയിട്ടുള്ള ഒരു അണുബാധ നമ്മുടെ ശരീരത്തിലുണ്ട്. ചില സമയത്ത് അത് എന്ത് കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം. ചിലപ്പോൾ വയറിലെ അസ്വസ്ഥതയായിരിക്കാം, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചെസ്റ്റിലെ കംപ്ലൈന്റ് ആയിരിക്കാം, ശ്വാസമുട്ടലായിരിക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ടിഷ്യൂസ് രൂപപ്പെടാൻ, അതായത് ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പഠനങ്ങളിലൂടെ. ഇനി ഇതൊന്നുമില്ലാതെ തന്നെ ചില കേസസ് കാരണമില്ലാത്തവ എന്ന് പറഞ്ഞിട്ടും യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. ആകെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു കാര്യം എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണോ കാണിക്കുന്നത് അത് മനസ്സിലാക്കുക, അതിന് വേണ്ടുന്ന ചികിത്സ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഇനി നമുക്ക് ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും അറിയുന്നത് പോലെ തന്നെ പീരീഡ്സ് മെൻസസിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുക. അത് പലതരത്തിലാവാം. ഭയങ്കര ശക്തിയായിട്ടുള്ള ക്ലോട്ട്സോട് കൂടിയ ബ്ലീഡിങ്, അത് ചിലപ്പോൾ 3-4 ദിവസമേ നിൽക്കുന്നുള്ളൂ. എങ്കിലും ആ ഒരു സമയം കൊണ്ട് തന്നെ പേഷ്യന്റ് കുഴഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ തല കറങ്ങി പോകുന്നു, ക്ഷീണം വരുന്നു, കിടക്കേണ്ട അവസ്ഥ വരുന്നു, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ. പിന്നെ ഒരു കൂട്ടം നല്ല സാധാരണ രീതിയിലാണ് ബ്ലീഡിങ്, പക്ഷെ ഒരു 30 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതും ഒരു തരത്തിൽ ഈ ഒരു പ്രശ്നം തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ വേദനകൾ, അടിവയറ്റിലെ വേദന, പുറം വേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പീരീഡ്സിനോട് ബന്ധപ്പെട്ടുള്ള പല തരത്തിലുള്ള വേദനകൾ. അതേപോലെ തന്നെ ഈ ഒരു കൊല്ലം ശ്രമിച്ചിട്ടും, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം ശരിയായി ശ്രമിച്ചിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥ, ഇൻഫെർട്ടിലിറ്റി, ഇതും ചില സമയങ്ങളിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സിന്റെ കാരണം കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്ന, അതായത് ലക്ഷണങ്ങൾ നമ്മുടെ പേഷ്യൻസ് ഇതിൽ നിന്ന് കാണിക്കാറുണ്ട്. USG എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് ഇത് ഫൈബ്രോയിഡ്സ് ആണോ, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണോ, അല്ലെങ്കിൽ PCOD ആണോ. ഞാൻ ഓൾറെഡി PCOD ഇട്ടിട്ടുണ്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. PCOD ലക്ഷണങ്ങൾ കൊണ്ടാണോ ഈ പ്രശ്നത്തിലേക്ക് കടന്നുപോയത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ മെനപ്പോസ് അടുക്കാറായ സ്ത്രീകളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നു, ക്ലോട്ട്സ് പോകുന്നു, പല കാരണങ്ങൾ, വേദനകൾ ഉണ്ടാകുന്നു, ഇതേപോലെ തന്നെ വയറ് വല്ലാതെ വെയിറ്റ് കൂടി വരുന്നു, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോലെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നവരിൽ ബ്ലീഡിങ് കൂടുതൽ കൊണ്ട് അത് നമുക്ക് മെനപ്പോസിന്റെ ആണ്, അല്ലെങ്കിൽ പീരീഡ്സ് നിൽക്കുന്നതിന്റെ ആണ്, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ആണ് എന്നൊക്കെ പറഞ്ഞാൽ കൂടെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഒരു വലിയ കാരണം തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ, അതായത് USG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ആണോ, അല്ലെങ്കിൽ പിന്നെ യൂട്രസിന്റെ തിക്നെസ് കൂടുതലാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. വേദന, ബ്ലീഡിങ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. അതിനോടുകൂടെ തന്നെ ഈ ബ്ലീഡിങ് കൂടുതൽ വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന അനീമിയയുടെ ലക്ഷണങ്ങൾ. നമുക്ക് എപ്പോഴും അറിയുന്നത് പോലെ തന്നെ അനീമിയ ഉണ്ടാകുന്ന ഒരു പേഷ്യന്റിലെ ക്ഷീണം, തലകറക്കം, തലവേദന, മുടി കൊഴിച്ചൽ, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും കൂടുതൽ വന്നേക്കാം. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും യൂട്രൈൻ ഫൈബ്രോയിഡ്സിന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കൂടുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡേറ്റ്സ്, ഈ പറഞ്ഞ പോലെ അയൺ കണ്ടന്റ് കൂടുതലുള്ള പോമോഗ്രാനൈറ്റ്, ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വേണ്ട അയൺ ടോണിക് തന്നെ കഴിക്കുന്ന ആളുകളിൽ പോലും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പീരീഡ്സ് ഉള്ള സമയങ്ങളിൽ, ഹെവി ബ്ലീഡിങ് നടക്കുന്ന സമയങ്ങളിൽ ഈ റെഡ് കളറിലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ബദാം, ഇങ്ങനെയൊക്കെ ഉള്ള പോലെയുള്ള ബ്ലഡ് കൂടുന്ന കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് കഴിക്കുന്ന സമയത്ത് വീണ്ടും ബ്ലഡ് കൂടുതലായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 7 ദിവസം കഴിഞ്ഞ് നമുക്ക് ബ്ലീഡിങ് നിന്നതിന് ശേഷം മാത്രം വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണത്തിൽ എടുക്കണം. നിർബന്ധമായും നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. ഈവൻ അയൺ ടോണിക് ആണെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ഇത് കഴിഞ്ഞ സമയങ്ങളിൽ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടിയിട്ട് വീണ്ടും അത് പ്രശ്നത്തിലോട്ട് പോകാനുള്ള ഒരു ഇടയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിർബന്ധമായും നിങ്ങൾക്ക് അനീമിയയുടെ സിംറ്റംസ്, അതായത് തലകറക്കം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ശക്തിയായ വേദന, ക്ലോട്ട്സോട് കൂടിയ ബ്ലീഡിങ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിച്ച് മരുന്നെടുക്കേണ്ട അത്യാവശ്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുക. പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ഇംബാലൻസ് ഒഴിവാക്കുക. അതായത് നല്ല മെലിഞ്ഞിരിക്കുന്ന ഒരാൾ തടിക്കാനോ, അല്ലെങ്കിൽ നല്ല തടിച്ചിരിക്കുന്ന ആള് പെട്ടെന്ന് തടി കുറയ്ക്കാനോ ശ്രമിക്കാതിരിക്കുക. അത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസിന് കാരണമാകുന്നു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നല്ല രീതിയിൽ എക്സർസൈസ് കൊടുക്കുക. എക്സർസൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നടക്കുക, യോഗ, ബ്രീത്തിങ് എക്സർസൈസസ് ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, നിർബന്ധമായും നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന സമയങ്ങളിൽ കോർട്ടിസോൾ കൂടുകയും തുടർന്ന് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള എക്സർസൈസുകളും അത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നോക്കിയിട്ട് കുറച്ചു നേരം ചെയ്യുന്നത് നല്ലതാണ്.
ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുന്നത് പോലെ, നീര് വെക്കുന്നത് പോലെ, വയറ് വീർക്കുന്നത് പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, ഇങ്ങനെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ, വെളുത്തുള്ളി, ഇഞ്ചി ഏറ്റവും നല്ലതാണ്. ചെറുനാരങ്ങ വെള്ളത്തിലിട്ട് കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ BMI ശരിയാക്കാൻ വേണ്ടിയിട്ട് ക്രൂസിഫറസ് പച്ചക്കറികൾ, അതായത് ബ്രൊക്കോളി, കോളിഫ്ലവർ, കാബേജ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ, ഇലക്കറികൾ ചേർക്കാം. സമീകൃത ആഹാരം പാലിച്ചുകൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. അതിന് പുറമെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്, പിന്നെ ഷുഗർ, മൈദ പോലുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെയൊക്കെ സാധനം, റെഡ് മീറ്റ്, ഇതൊക്കെ നല്ലതുപോലെ ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള പാനീയങ്ങൾ, മധുരപാനീയങ്ങൾ, കൊക്കക്കോള, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഈ ഒരു കണ്ടീഷനിലോട്ട്, അതായത് നമ്മുടെ ബാക്കി ഹോർമോൺസ് തെറ്റാതെയും ഇൻഫ്ലമേഷൻ കൂടാതെയും നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു മിതമായ നിരക്കിൽ, അതായത് പ്രശ്നങ്ങൾ, സിറ്റുവേഷൻസ് ഇല്ല എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവാം, പക്ഷെ അതിലൂടെ കടന്നു പോകാൻ നമ്മെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺസ് കറക്റ്റ് ആയിട്ട് ഇരിക്കുകയും നമുക്ക് ആ രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഇല്ലാതെ ഇരിക്കുകയും ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കാവുന്നതാണ്. നമ്മുടെ ഹോമിയോ മരുന്നിൽ നമ്മൾ ഹോമിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫൈബ്രോയിഡ്സിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സിന്റെ ടെൻഡൻസി ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വരുന്ന ഒരു പേഷ്യന്റിനോട് നിർബന്ധമായിട്ടും ഞങ്ങൾ പ്രകൃതമനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതും ആ മരുന്നുകൾ എടുക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി വ്യത്യാസങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു.